ചേട്ടാ, ഇപ്പോൾ CPM-ൽ സമ്മേളനകാലം നടക്കുകയാണ്. വലിയ വിമർശനങ്ങൾ ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ തന്നെ സ്വയം വിമർശനം ഉണ്ടാകുന്നത് CPM-ൽ പതിവാണ്. പക്ഷേ ഇതെല്ലാം അടുത്ത് കാത്തിരിക്കുന്നത് CPI-യുടെ സംസ്ഥാന സമ്മേളനം വരുന്നല്ലോ, പാർട്ടി സമ്മേളനങ്ങൾ വരികയാണ്. ആ സമ്മേളനങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഈ ഭരണപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ഈ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലായിരുന്നു CPI-യുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ്, പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉണ്ടാകുകയോ, എന്തായിരിക്കും സമ്മേളനകാലം കേരളത്തിനൊരു സംഭാവന നൽകുന്നത്? നാം എന്താണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ CPM-ന്റെ സമ്മേളനങ്ങൾ നമ്മളെല്ലാവരും കാണുന്ന പോലെ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ കരുനാഗപ്പള്ളി, തിരുവല്ല, ഇപ്പോൾ ഇന്നലെ മംഗലപുരം തുടങ്ങി പല സ്ഥലത്തും വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അണികളാകെ വലിയ ഒരു അജിറ്റേറ്റഡ് ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് പൊതുവേദിയിലേക്കൊക്കെ വലിച്ചിഴയ്ക്കുന്ന ഒരു സംഭവത്തിലേക്ക് സമ്മേളനത്തിൽ ഒതുങ്ങി നിൽക്കാതെ, സംഘടനാ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അണികൾ ഈ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നിലവിൽ CPM-ന്റെ സമ്മേളനങ്ങൾ ഏതാണ്ട് ജില്ലാ സമ്മേളനങ്ങളോട് അടുക്കുകയാണ്. ഡിസംബറിൽ അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ ഒന്നൊന്നായി തുടങ്ങും. അപ്പോൾ അനുബന്ധിച്ച് തന്നെ ജനുവരിയിൽ LDF-ലെ മറ്റൊരു ഘടകകക്ഷിയായ രണ്ടാമത്തെ ഘടകകക്ഷി എന്നറിയപ്പെടുന്ന CPI-യുടെ സമ്മേളനങ്ങൾക്ക് ഈ ജനുവരിയിൽ തുടക്കമാകും. അപ്പോൾ ജനുവരിയിലാണ് അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും മറ്റും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, മാർച്ച്, ഏപ്രിൽ അവരുടെ ലോക്കൽ സമ്മേളനങ്ങൾ, മെയ്, ജൂണിൽ അവരുടെ മണ്ഡല സമ്മേളനങ്ങൾ, തുടർന്ന് ജില്ലാ സമ്മേളനങ്ങൾ, സെപ്റ്റംബറിൽ അവരുടെ സംസ്ഥാന സമ്മേളനം, സെപ്റ്റംബർ അവസാനം പാർട്ടി കോൺഗ്രസ് എന്നിങ്ങനെയാണ് അവരുടെ ഒരു സമ്മേളനത്തിൻ്റെ ടൈം ടേബിൾ ഇങ്ങനെ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ LDF-ലെ ഒരു പ്രധാന രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ അവരുടെ സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നിലവിൽ നിരവധി ആരോപണങ്ങൾക്ക് നടുവിലാണ് ഈ സർക്കാരും പിണറായി വിജയനുമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ CPI-യുമായിട്ട് ഒട്ടേറെ ഉരസലുകൾ ഈ ഭരണകാലയളവിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ BJP RSS വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് തൃശ്ശൂരിലെ തോൽവി, അതെ, തൃശ്ശൂരിലെ തോൽവിക്ക് മുമ്പേ തന്നെ RSSൻ്റെ ഒരു ഉന്നത നേതാവിനെ ADGP സന്ദർശിച്ചു, അവർ ചർച്ച നടത്തി എന്ന് പറയുന്ന ഒരു വലിയ വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നമായി അത് കേരളം കൈകാര്യം ചെയ്യുകയും പ്രത്യേകിച്ച് LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള ഒരു ഉരസലിലേക്ക് അത് വഴിവെക്കുകയും ചെയ്തു. അതായത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഈ പ്രശ്നം നയപരമാണ്, അതുകൊണ്ട് തന്നെ ADGP-യെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നായിരുന്നു CPI-യുടെ പ്രധാന ആവശ്യം. എന്നാൽ CPI ഈ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിട്ട് പോലും അതിനാദ്യമൊന്നും തന്നെ CPM തയ്യാറായിരുന്നില്ല. അപ്പോൾ അവിടം തൊട്ട് തന്നെ CPM-മായി ഒരു ഉരസലുണ്ടായിരുന്നു CPM-ന്. അത് പിന്നീട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ നടന്ന ഒരു പൂരം കലങ്ങി, അതുമായി ബന്ധപ്പെട്ടുണ്ടായ കുറേയധികം കണക്റ്റഡായിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടായിരുന്നു. ആനകളെ സംബന്ധിച്ചും അവരുടെ പൂരം നടത്തിപ്പിനെ സംബന്ധിച്ചും ദേവസ്വങ്ങളുടെ പരാതിയും അവിടെ പോലീസിൻ്റെ നടപടികളും ഒക്കെ തന്നെ വലിയ തോതിൽ പരാതികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ CPI-യുടെ ഒരു മന്ത്രി പ്രതിദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. K. രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി തൃശ്ശൂരിൽ നിന്നാണ്. അവരുടെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു നേതാവായ VS സുനിൽകുമാർ, കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാറാണ് CPI അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. കോൺഗ്രസ് വലിയൊരു മിന്നൽ നീക്കത്തിലൂടെ അവിടുന്ന് TN പ്രതാപനെ മാറ്റി K. മുരളീധരനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. അതോടെ തൃശ്ശൂർ വലിയ ശ്രദ്ധാകേന്ദ്രമായി, കേരളത്തിലെ ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അവിടെയാണ് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതുവഴി പിന്നെ CPI-യുടെ സ്ഥാനാർത്ഥി തോൽക്കാൻ ഇടവരികയും ചെയ്തെന്ന ഒരു വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു. അവർക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരു സീറ്റ് തൃശ്ശൂർ മാത്രമാണല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിജയിക്കില്ല, മാവേലിക്കരയിലും വയനാട്ടിലും അവർക്ക് പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ്. തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് അല്പമെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവിടെയും പരാജയപ്പെട്ടല്ലോ. അല്ല, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അവർക്ക് തൃശ്ശൂർ വിജയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അവർ തിരുവനന്തപുരത്തും മാവേലിക്കരയിലുമൊക്കെ വിജയിച്ച ചരിത്രമുണ്ട്. മാവേലിക്കരയിൽ നിന്ന് ചെങ്ങറ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ MP CPI-യെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് PK വാസുദേവൻ നായർ, പന്യൻ രവീന്ദ്രൻ അടക്കമുള്ള അവരുടെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞ പുതിയ കാലത്താണ് BJP-യുടെ വളർച്ചയുണ്ടായി. അത് എവിടെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് CPI മത്സരമാണ്. ഇപ്പോൾ
2014 മുതൽ തന്നെ അത് ചിത്രം പൂർണ്ണമായി മാറി BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി മാറിയിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായും ആ ഒരു ഘട്ടത്തിൽ അവർക്ക് തൃശ്ശൂരിൽ അവരൊരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തുകയും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഫീൽഡ് ചെയ്യുകയും ആ ഫീൽഡ് ചെയ്ത സ്ഥാനാർത്ഥി തോക്കാനിടയായ സംഭവങ്ങളിലൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനമുണ്ട്. പിന്നെ CPI സർക്കാരിൽ 4 വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ 4 വകുപ്പുകൾ, കൃഷി അടക്കമുള്ള, റവന്യൂ അടക്കമുള്ള വകുപ്പുകൾ, ഈ 4എണ്ണം, മൃഗസംരക്ഷണം, റവന്യൂ, ഭക്ഷ്യം, പിന്നെ കൃഷി, ഈ 4 വകുപ്പുകളാണ് CPI കൈകാര്യം ചെയ്യുന്നത്. ഈ 4 വകുപ്പുകൾ CPIയുടെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പുകളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള ഒരു അവലോകനം തീർച്ചയായും ഈ സമ്മേളനങ്ങളിലുടനീളം ഉണ്ടാകും. അതായത് ഈ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉണ്ടായിരുന്നു. സപ്ലൈകോയിൽ കൃത്യമായി സാധനങ്ങൾ എത്തുന്നില്ല, പല വ്യഞ്ജനങ്ങളുടെ അപര്യാപ്തത വലിയ തോതിൽ, സാധാരണക്കാരൊക്കെ തന്നെയാണ് സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങാനെത്തുന്നത്. അവിടെ സാധനങ്ങളില്ലാത്ത ഒരവസ്ഥ വലിയ തോതിൽ വാർത്തയാകുകയും അതിനെ ചുറ്റിപ്പറ്റി വിവാദമുയരുകയും ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്ന് ഭക്ഷ്യവകുപ്പ് പരാതിപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ CPIയുടെ സമ്മേളനങ്ങളിലെല്ലാം ചർച്ചയാകും. ഇപ്പോൾ ഇതിനൊക്കെ പുറമെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുതലായി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം കേരളത്തിലൊന്നാകെ BJP ബന്ധം CPMനെ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് വലിയ തോതിൽ പിന്നെ ഈ സമ്മേളനങ്ങളിലൊക്കെ ചർച്ചയാകുന്നുമുണ്ട്. അപ്പോൾ ഒരു മുന്നണിയിലെ പാർട്ടി എന്ന നിലയിൽ CPI LDFിൽ തുടരുമോ, അതോ അവരൊരു ബദൽ നയം രൂപീകരിക്കുമോ, അവർ LDFിൽ നിന്ന് പുറത്തേക്ക് വരുമോ, പുറത്തേക്ക് വന്നാൽ അവർ UDFുമായി സഹകരിക്കുമോ, അതോ ഒറ്റക്കക്ഷിയായി മത്സരിക്കുമോ, അങ്ങനെയുള്ള ഒരു ചർച്ചകൾ CPIക്കകത്ത്. അങ്ങനെ പാർട്ടി സമ്മേളനങ്ങളിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ CPMനെ വിമർശനം ഉന്നയിച്ചെന്നാൽ പഴയ അവരൊരു കരുത്തുണ്ടോ CPIക്ക്? പണ്ടെല്ലാം വലിയ രീതിയിൽ നേതാക്കളെല്ലാം ഈ ഭരിക്കുന്ന പാർട്ടിയെ എന്ന് പറഞ്ഞാൽ CPMനെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വോയിസ് ഉണ്ടോ, അവർക്ക് പവറുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വലിയ വിമർശനവും കൂടെ പാർട്ടിക്കുള്ളിൽ നിന്ന് അവർ നേരിടുന്നുണ്ട്. അതായത് CPIയുടെ കാലാകാലങ്ങളായിട്ടുള്ള നേതാക്കന്മാർ, ഇപ്പോൾ CK ചന്ദ്രപ്പനായാലും വെളിയം ഭാർഗവനായാലും ഒക്കെ തന്നെ CPM നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ദിശ തെറ്റുമ്പോൾ അവർ മുഖം നോക്കാതെ മുഖ്യമന്ത്രിയെ അടക്കം അല്ലെങ്കിൽ CPM നേതൃത്വത്തെ അടക്കം അവർ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ കഴിഞ്ഞ തവണ കാനം CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ, ഇപ്പോൾ ആ കാനം ഒഴിഞ്ഞ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിയപ്പോഴും വിമർശനങ്ങളിൽ കാമ്പും കഴമ്പുമില്ല എന്ന് പറയുന്ന വലിയൊരു വിമർശനം അവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ADGP വിഷയത്തിൽ CPIയുടെ മുതിർന്ന നേതാവായ C ദിവാകരൻ തന്നെ പറയുന്നുണ്ട്, LDF എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഫോറമാണ്. ആ LDFിൻ്റെ ശബ്ദം ഈ പറയുന്ന സ്ഥലത്ത് കേൾക്കാൻ പറ്റുന്നില്ല. സർക്കാർ വഴിതെറ്റുമ്പോൾ LDF കൃത്യമായി ഇടപെടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ CPI സമ്മേളനങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യും. അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ചിലപ്പോൾ ഒരു മാറ്റത്തിന് വഴിതെളിക്കാവുന്ന അവസ്ഥയിലേക്ക് CPI പുറത്തേക്ക് വന്നാൽ പോലും, LDFിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതി രൂപപ്പെട്ടേക്കാം. ഇപ്പോൾ അതിലേക്ക് CPI സമ്മേളനം തുടങ്ങുമ്പോൾ അതിലേക്കാവും ഇനി രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.